ആത്മീയകഥകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ ആത്മീയകഥകളിൽ നാം ചിന്തിക്കുന്നത് ആത്മസ്ഥിതി മാറിയാൽ പരിസ്ഥിതി മാറുമോ? അതെ, നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മുടെ ആത്മസ്ഥിതി, മനസ്സിൻ്റെ സ്ഥിതി ഒന്ന് മാറ്റാൻ, പരിസ്ഥിതി മാറ്റാൻ ശ്രമിക്കുകയാണ്. പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ നമുക്കൊരു ശാന്തിയും സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കാൻ നിലവിലുള്ള സിറ്റുവേഷനിൽ അവിടെ നിന്നൊന്ന് മാറി നിന്നാൽ സമാധാനം കിട്ടും. ആ പരിസ്ഥിതിയിലേക്ക് ചേർന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്ഥിതി ആവർത്തിക്കുന്നതാണ് ആത്മസ്ഥിതിയായിട്ട് മാറുന്നത്. ഇപ്പം മനസ്ഥിതിയും ആത്മസ്ഥിതിയും എന്ന് പറഞ്ഞാൽ മനസ്ഥിതി തൽക്കാലത്തേക്കുള്ള ടെമ്പററി ആയിട്ട് നാം അനുഭവിക്കുന്ന ഗുണദോഷ സന്തോഷമായിക്കോട്ടെ സങ്കടമായിക്കോട്ടെ ഇതെല്ലാം മനസ്സിൽ അനുഭവിക്കുന്ന താൽക്കാലികമായിട്ടുള്ള അനുഭവമാണെങ്കിൽ അത് സ്ഥിരമായി നമ്മളിലേക്കൊരു ശീലമായി എത്തപ്പെടുന്ന ആ ഒരു അവസ്ഥയാണ് ആത്മസ്ഥിതി എന്ന് പറയും. അപ്പോൾ ആത്മാവ് പെർമനൻ്റായിട്ടുള്ള ഡേറ്റകൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രദേശമാണ്. മറ്റേ ടെമ്പററി ഡേറ്റകൾ കടന്നു പോകുന്നതാണ് മനസ്സിൻ്റെ സ്ഥിതി. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, നിങ്ങളിപ്പം വളരെ മൂടിയായിട്ടിരിക്കുന്നൊരു അവസ്ഥ, ഒരു സന്തോഷം വേണം. ഈ സന്തോഷത്തിനായിട്ട് നമ്മൾ പരിസ്ഥിതിയിലേക്ക് ഇറങ്ങാറുണ്ട്, എൻവയോൺമെൻറ്റിലേക്ക്. അവിടെ നിന്ന് എഴുന്നേറ്റ് നിങ്ങൾ പോകുന്നു, നല്ല മനോഹരമായ ഒരു ഗാർഡനിൽ, പൂന്തോട്ടത്തിൽ പോയിരുന്നു. അല്പം ഒരു പക്ഷേ ചുറ്റുപാടുമുള്ള പ്രകൃതിയുള്ളത് നിങ്ങളെ സ്വാധീനിച്ചേക്കാം, ടെമ്പററി ആയിട്ട് മാറ്റം ഉണ്ടായേക്കാം. ഇനി അതുമല്ലെങ്കിൽ നമ്മളൊരു കാഴ്ച ബംഗ്ലാവിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഒരു കടപ്പുറത്തേക്ക് പോകുന്നു. അവിടേക്ക് പോകുമ്പോൾ ആ പരിസ്ഥിതിയുടെ ഒരു എഫക്റ്റ് സ്വല്പം നമ്മളിൽ മാറ്റമുണ്ടാകുമെങ്കിലും സ്ഥായിയായിട്ട് ആത്മാവിൻ്റെ സ്ഥിതി പ്രക്ഷുബ്ധമാണെങ്കിൽ അവിടെ ചെന്നാലും നമുക്ക് സ്വസ്ഥത ഉണ്ടാകാറില്ല. ഇന്നിപ്പോൾ പലപ്പോഴും നമ്മൾ പരിസ്ഥിതിയിൽ ചേർന്ന് നിന്നുകൊണ്ട് ആത്മസ്ഥിതി മാറ്റാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് രണ്ടും പരസ്പര പൂരകങ്ങളാണ്. മനസ്ഥിതി മാറിയാൽ പരിസ്ഥിതി എന്തായാലും നമുക്ക് സന്തോഷം നിലനിൽക്കുന്നു. നേരെ തിരിച്ച് പരിസ്ഥിതിയിൽ മാറ്റം വരുത്തിയാൽ മനസ്ഥിതിയിലും അല്പം വ്യതിയാനം വരുത്താൻ സാധിക്കും. അപ്പോൾ ഇത് കണ്ടറിഞ്ഞ് ഉപയോഗിക്കുമ്പോഴാണ് ശരിയായ രീതിയിലുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന ശാന്തി ആയിക്കോട്ടെ, സമാധാനമായിക്കോട്ടെ, പ്ലഷർ ആയിക്കോട്ടെ ലഭിക്കുകയുള്ളൂ എന്നർത്ഥം. അപ്പം മനസ്ഥിതിയും പരിസ്ഥിതിയും, നിങ്ങൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന പരിസ്ഥിതി എന്താണോ അത് നമ്മുടെ ബോധമണ്ഡലത്തിൻ്റെ മുന്നിലൂടെ പോകുന്ന, നിങ്ങളുടെ കണ്ണിന് മുന്നിലൂടെ പോകുന്ന, കണ്ണൊരു ക്യാമറ പോലെയാണ്. ക്യാമറയിലൂടെ അതിൻ്റെ മുന്നിലൂടെ പോകുന്ന എല്ലാത്തിനെയും അത് റെക്കോർഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്നത് പോലെ, ഹാർഡ് ഡിസ്കിൽ സ്റ്റോർ ചെയ്യുന്നത് പോലെ നമ്മുടെ ആത്മാവിലേക്ക് തീർച്ചയായിട്ടും കണ്ണിലൂടെ പോകുന്ന ഏത് ഇമേജും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പരിസ്ഥിതിയിൽ സ്വല്പം ഒരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയും. നമ്മളൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നു, അവിടെയുള്ള ആംബിയൻസ് നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നതാണെങ്കിൽ നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ആ പരിസ്ഥിതി സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്ഥിതിയിൽ അല്പം മാറ്റം വരുത്താറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് മറ്റൊരു നഗരത്തിലേക്ക് പോകുന്നു, 2 ദിവസവും നമ്മൾ വളരെ ലക്ഷറിയസ് ആയിട്ടുള്ളൊരു സ്യൂട്ടിലാണ് താമസിക്കുന്നത്. ആ 2 ദിവസവും ചുറ്റുപാടുള്ള ആംബിയൻസ് നിങ്ങളെ ഒരു റിച്ച്നെസ് ആയിട്ടുള്ള ആ പരിസ്ഥിതി നമ്മുടെ മനസ്സിനെ ഒരു റിച്ച്നെസ്സിലേക്ക് ഉയർത്താറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും സാഹചര്യങ്ങൾ അത് പോസിറ്റീവുള്ളതാണെങ്കിൽ അതോടൊപ്പം തന്നെ നെഗറ്റീവായിട്ടുള്ള ആംബിയൻസും നമ്മുടെ മനസ്സിനെ അതേപോലെ സ്വാധീനിക്കുന്നു. അപ്പോൾ പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റം മനസ്ഥിതിയിലും തുടർന്ന് ആത്മസ്ഥിതിയിലും മാറ്റമുണ്ടാകും. അപ്പോൾ ഈ ആത്മസ്ഥിതിയിൽ കൂടുതൽ പോസിറ്റീവായിട്ടുള്ള എനർജി ഡെവലപ്പ് ചെയ്യാനാണ് നമ്മുടെ ആത്മീയതയിൽ, നമ്മുടെ ആരാധനാലയങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. അവിടെയുള്ള ഓരോ കാര്യങ്ങളും ശുദ്ധവും വൃത്തിയും ചിട്ടയോടുകൂടി അനുവർത്തിക്കുന്ന ചില ഡെലിബറേഷൻസ്, ഇതെല്ലാം തന്നെ ആ പരിസ്ഥിതിയെ അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവിടേക്ക് എത്തപ്പെടുന്നവരിലും അത് ആ പരിസ്ഥിതിയുടെ എഫക്റ്റ് മനസ്സിൽ മാറ്റം വരുത്തുന്നു. അത് സ്ഥിരമാകുമ്പോൾ ആത്മതലത്തിലും ഒരു പ്യൂരിഫിക്കേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആത്മീയ തലങ്ങളിൽ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ എപ്പോഴും ഒരുക്കിയിരിക്കുന്ന ആ പ്രകൃതിയിൽ, പ്രപഞ്ചത്തിൽ. ഇപ്പം അതുകൊണ്ടാണ് പല പ്രക്ഷുബ്ധമായിട്ടുള്ള മാനസികാവസ്ഥയുള്ളവർ ഒരു ദേവാലയങ്ങളിലൊക്കെ പോവുക, തീർത്ഥയാത്രകൾ, പിൽഗ്രീമായിട്ടുള്ള ആ കാര്യങ്ങളിലൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വല്ലാത്തൊരു പോസിറ്റീവ് വൈബാണ്. എന്താ, ആ പരിസ്ഥിതിയിൽ വന്ന ഒരു മാറ്റം മനസ്സിൽ വന്നു. പക്ഷേ അത് ടെമ്പററിയാണ്, കുറച്ച് നാളത്തേക്ക് നിൽക്കുന്നുള്ളൂ. അത് സ്ഥിരമാകുമ്പോൾ മാത്രമേ ഒരു വ്യക്തിയിൽ സ്ഥായിയായ മാറ്റം ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ എന്ത് വേണം, അത് തുടരാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. ഇതിനാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ കുടുംബത്തിലായിക്കോട്ടെ, വർക്ക് ചെയ്യുന്ന സ്ഥലത്തായിക്കോട്ടെ,
ആംബിയൻസ് പരിസ്ഥിതിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് മനസ്ഥിതിയിലേക്ക് അല്ല ആത്മസ്ഥിതി പെർമനൻ്റായിട്ട് വരുത്തുന്നതിന് വേണ്ടിയിട്ട് കൊടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നാച്ചുറലായിട്ട് പ്രകൃതിയിലായിക്കോട്ടെ അല്ലെങ്കിൽ ചുറ്റുപാടും മാറട്ടെ, എന്നിട്ട് എൻ്റെ മനോഭാവം മാറ്റാം. അപ്പോൾ പരിസ്ഥിതി മാറിയിട്ട് നമ്മുടെ മനസ്ഥിതി മാറാൻ കാത്തിരിക്കുകയാണ് നമ്മൾ പലരും. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക. ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ മനസ്സിൽ, ഒരു വ്യക്തിയുടെ മനസ്സിൽ, ഇപ്പം നിങ്ങളുടെ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും 5 മൈൻഡ് സെറ്റ് ഉള്ളവരാണ്. അവർ ചെയ്യട്ടെ, അല്ല അവർ മാറട്ടെ, എന്നിട്ട് ഞാൻ മാറാം എന്നുള്ളൊരു മനോഭാവത്തിൽ കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു മാറ്റം ഉണ്ടാകുകയില്ല, മാത്രമല്ല നിങ്ങളിലേക്ക് കൂടുതൽ അസ്വാസ്ഥ്യം പടരുകയുമാണ് ചെയ്യുക. അപ്പോൾ ആദ്യം ഒരു സ്റ്റെപ്പ് നമ്മുടെ ഭാഗത്ത് നിന്ന് എടുത്താൽ 100 സ്റ്റെപ്പ് തീർച്ചയായിട്ടും തിരികെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ആത്മസ്ഥിതി, അത് മനസ്ഥിതി മാറ്റിയാൽ അത് നിരന്തരമാർത്തിക്കുമ്പോൾ ആത്മസ്ഥിതിയായിട്ടത് മാറുന്നു. പെർമനൻ്റായിട്ട് ആത്മാവിൻ്റെ സ്ഥിതി മാറിയ വ്യക്തികൾക്ക് ചുറ്റുപാടും എത്ര ദുസ്സഹമായ സാഹചര്യമാണെങ്കിലും അവരെ സംബന്ധിച്ച് എതിരെ വരുന്ന കല്ലുകൾ പുഷ്പം പോലെ കാണാൻ സാധിക്കുന്നു, അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മാറേണ്ടത് ഉള്ളിലല്ലേ. അപ്പോൾ പലപ്പോഴും നമ്മളൊരു പഴഞ്ചൊല്ലൊക്കെ കേട്ടിട്ടുണ്ട്. ഈ പലപ്പോഴും ആത്മീയതയിലായിക്കോട്ടെ അല്ലാതെയുമൊക്കെ ചില പോസിറ്റീവായിട്ടുള്ള സ്ട്രൈക്കിംഗ് വേഡ്സുകൾ, അതിനെ പറയുന്ന പേരാണ് പഴഞ്ചൊല്ലുകൾ. പഴഞ്ചൊല്ലിൽ പതിരില്ല എന്ന് പറയും. അത് അടിസ്ഥാനപരമായിട്ട് ശാസ്ത്രീയപരമായിട്ട് സയൻറ്റിഫിക് ആയിട്ടുള്ള ചില സ്ട്രൈക്കിംഗ് സജഷൻസാണ്. എന്താ അത്? താൻ പാതി ദൈവം പാതി. കേട്ടിട്ടില്ലേ? താൻ പാതി, തൻ്റെ പാതി, നീ ചെയ്യാനുള്ളത്, നിൻ്റെ ആത്മാവിൻ്റെ ശരിയായ സ്ഥായീഭാവം മാറ്റാൻ നീ തയ്യാറുണ്ടെങ്കിൽ 100% അടുത്ത പാതി, ദൈവത്തിൻ്റെ പാതി നിന്നെ തേടി ഇങ്ങോട്ടെത്തും. അപ്പോൾ നമ്മൾ മടിയന്മാരായിട്ടുള്ള നമ്മൾ എപ്പോഴും ദൈവവിശ്വാസങ്ങളും ആത്മീയ തലത്തിലുള്ള വിശ്വാസമൊക്കെ വെച്ച് പുലർത്തുന്നവരാണ്. അവിടെ നമ്മുടെ എല്ലാം ധാരണ ഏതെങ്കിലും ഒരു ശക്തി എന്തെങ്കിലും നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ്. നമ്മുടെ ആത്മാവിൻ്റെ തലത്തെ ആദ്യം മാറ്റാനുള്ള ബോധപൂർവ ശ്രമം നടത്തുമ്പോൾ മാത്രമേ ആ പാതി തിരികെ നമ്മളിലേക്ക് എത്തുകയുള്ളൂ എന്നർത്ഥം. അപ്പം പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, പ്രവർത്തിക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആത്മതലത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നു. ചിന്തയ്ക്ക് വിടുകയാണ്. ആത്മീയ കഥകളിൽ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.